എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പ്രോബ്ലംസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ പ്രോബ്ലം ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മോഹൻ ഈസ് എ പാർട്ണർ ഇൻ എ ഫേം. ഓൺ 1st April 2017 ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോഡ് എ ബാലൻസ് ഓഫ് 5 lakh. He had withdrawn 50,000 from his capital on 1st July 2017. ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നേക്കുന്നത് ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 5 lakh. അതായത് 1st April 2017 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണെന്നറിയാം. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ 5 lakh ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൽ നിന്നും അവർ 50,000 രൂപ ജൂലൈയിൽ വിഡ്രോ ചെയ്തു. ഏപ്രിലിൽ അവരുടെ 5 ലക്ഷം ഉണ്ടായിരുന്നു. ഒരു ജൂലൈ ആയപ്പോൾ അവർ 50,000 രൂപ ഈ 5 ലക്ഷത്തിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദി റേറ്റ് ഓഫ് 6% പെർ ആനം ഫോർ ദി ഇയർ എൻഡഡ് 31st March 2018. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുക എന്ന് പറയുമ്പോൾ 5 lakh ഇൻറ്റു 6/100 നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6%. അപ്പോൾ 6% എഴുതി. അതിനുശേഷം 3/12 എഴുതാൻ കാരണം നമ്മുടെ ക്യാപിറ്റൽ ഏപ്രിൽ മുതൽ ജൂലൈ മാസം വരെ നമ്മുടെ കയ്യിൽ 5 lakh ഉള്ളൂ. പിന്നെ തുടങ്ങി ജൂലൈയിൽ നിന്ന് നമ്മുടെ 50,000 രൂപ വിഡ്രോ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഏപ്രിൽ മുതൽ ജൂലൈ വരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കണം. ഏപ്രിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ. ജൂലൈ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ജൂലൈ 1st ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മുതൽ ജൂലൈ എന്ന് പറയുമ്പോൾ 3 മാസമാണ് വരുന്നത്. അതിൻ്റെ താഴെ /12 ആണ് എഴുതേണ്ടത്. മാസങ്ങൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും 12 ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 3/12 എഴുതാം. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ലഭിക്കും. അതിനുശേഷം അദ്ദേഹം 50,000 രൂപ ഈ 5 ലക്ഷത്തിൽ നിന്ന് വിഡ്രോ ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഫ്റ്റർ വിഡ്രോവൽ. 5 lakh നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. 50,000 രൂപ വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി 4,50,000 ആണുള്ളത്. 4,50,000ൻ്റെ 6/100 ഇൻട്രസ്റ്റ് ഇൻറ്റു ഇവിടെയും നമ്മൾക്ക് ഏതാ ഡേറ്റ്, ജൂലൈ മുതൽ ക്ലോസിംഗ് ഡേറ്റ് 31st March വരെയുള്ള ഇൻട്രസ്റ്റാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ജൂലൈ മുതൽ മാർച്ച് വരെ എന്ന് പറയുമ്പോൾ ജൂലൈ ഉൾപ്പെടുത്തണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുമ്പോൾ 9 മാസമാണ് വരുന്നത് /12. അപ്പോൾ നമുക്ക് വിഡ്രോവൽ കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റും കിട്ടും. അതിനുശേഷം ഈ 2 എമൗണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മോഹൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആകപ്പാടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിരുന്നു. ഇപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഏപ്രിൽ മുതൽ ജൂലൈ വരെ നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കി. അതിനുശേഷം വിഡ്രോ ചെയ്തതിന് ശേഷം നമ്മൾ ജൂലൈ മുതൽ മാർച്ച് വരെ ഇൻട്രസ്റ്റ് കണക്കാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്തു നോക്കുക. നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. ഏതൊരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം തന്നാലും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. ഇവിടെ 2 പേരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കണ്ടുപിടിക്കാൻ പറയണം. സന്തോഷ് ആൻഡ് സുരേഷ് ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം. ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 50,000 ആൻഡ് 40,000. ഏപ്രിൽ സന്തോഷിൻ്റെയും സുരേഷിൻ്റെയും ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000ഉം 40,000ഉമാണ്. പിന്നെ വന്നിരിക്കുന്നത് സന്തോഷ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ അഡീഷണൽ ക്യാപിറ്റൽ. ഇവിടെ അഡീഷണൽ ക്യാപിറ്റലാണ്, വീണ്ടും ഒരു ക്യാപിറ്റലാണ് ജൂലൈയിൽ കൊണ്ടുവന്നേക്കുന്നത്. സുരേഷ് ജനുവരിയിൽ 5,000 രൂപയും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെയെങ്കിൽ 6% ഇൻട്രസ്റ്റ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റലിന്. ഇവിടെ നമുക്ക് വിഡ്രോവൽ ഇവിടെ വരുന്നില്ല. നമുക്ക് ആദ്യം തന്നെ സന്തോഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം.
സന്തോഷിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ സന്തോഷ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത എമൗണ്ട് 50,000 ആണ്. ഇപ്പോൾ 50,000 ഇൻറ്റു ഇൻട്രസ്റ്റ് 6/100 ആണ്. ഇവിടെ നമ്മൾ ഡേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം പലർക്കും ഇവിടെ ഡൗട്ട് വരും. നേരത്തെ പ്രോബ്ലത്തിൽ 50,000 ഇൻറ്റു ആ ഇൻട്രസ്റ്റ് ഇൻറ്റു അടുത്ത മാസം വരെയുള്ള ഇത് കണക്കാക്കിയായിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് അഡീഷണൽ ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്. അതായത് 50,000 ക്യാപിറ്റൽ പിന്നെ വീണ്ടും ഒരു ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യത്തെ എമൗണ്ടുമ്പോൾ നമുക്ക് 50,000 ഇൻറ്റു 6/100 ചെയ്താൽ മതിയാവും. ഇവിടെ മാസം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യതയില്ല. ഇനി അഡീഷണൽ ക്യാപിറ്റൽ വീണ്ടും സന്തോഷ് ഒരു 10,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 10,000 ഇൻറ്റു 6/100 ഇൻറ്റു ആ 10,000 കൊണ്ടുവന്നിരിക്കുന്നത് ജൂലൈയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ജൂലൈ മുതൽ മാർച്ച് വരെ എത്ര മാസമാണെന്ന് നോക്കണം. അതാണ് ഇവിടെ 9/12 ഇട്ടിരിക്കുന്നത്. എന്നിട്ട് 450 കിട്ടി. ഇപ്പോൾ ടോട്ടൽ സന്തോഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,450 രൂപ. അതുപോലെ തന്നെ സുരേഷിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ ഇൻട്രസ്റ്റ് കണക്കാക്കാം. അഡീഷണൽ ക്യാപിറ്റൽ 5,000 രൂപ കൊണ്ടുവന്നിരിക്കുന്നത് ജനുവരിയിലാണ്. ജനുവരി മുതൽ മാർച്ച് വരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കാം. അതാണ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2,475 രൂപ സുരേഷിൻ്റെയും ഇൻട്രസ്റ്റ് കണക്കാക്കും. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മുടെ ഇവിടെ മാസം മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം അവർ വിഡ്രോയാണ് ചെയ്തിരിക്കുന്നത് ഇടയിൽ വെച്ച്. പക്ഷേ ഇവിടെ ഈ 50,000 രൂപയിൽ നിന്ന് ഒരു എമൗണ്ട് അവിടെ വിഡ്രോയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വീണ്ടും അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസാണ് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, രണ്ടാമത്തേൽ മാത്രം മാസം ഇട്ടിട്ട് ഗുണിച്ചാൽ മതിയാകും. അപ്പോൾ ഈ 2 പ്രോബ്ലം നോട്ട്ബുക്കിലേക്ക് നന്നായി ചെയ്ത് നോക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.